കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നാനത്തെക്കുറിച്ച് 11ാമത്തെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഏറ്റ സ്നാനം വരെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്ന് ലേഖനങ്ങളിലൂടെ ഉള്ളതായിരിക്കുന്ന സ്നാനം എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ്. അതായത് പൗലോസിൻ്റെയും മറ്റും എഴുത്തുകളിൽ കാണുന്നതായിരിക്കുന്ന ലേഖനങ്ങളിൽ എഴുതപ്പെട്ടതായിരിക്കുന്ന സ്നാനം എന്നുള്ളതായിരിക്കുന്ന ആ വിഷയമാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സ്നാനം വന്ന വഴി എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിലൂടെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. ന്യായപ്രമാണത്തിലൂടെയാണ് സ്നാനം ലോകത്തിലേക്ക് തന്നെ കടന്നു വന്നത്. അതിനു മുമ്പ് സ്നാനമില്ലായിരുന്നു. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. എബ്രായ ലേഖനം 9:10 നമ്മളിങ്ങനെ വായിക്കുന്നു. അതായത് എബ്രായ ലേഖനം 9-ാം അധ്യായം തന്നെ അതിൻ്റെ വിഷയം തന്നെ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കും ഉള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. അപ്പോൾ പറഞ്ഞു വരുന്ന എബ്രായ ലേഖനം 9-ാം അധ്യായം പറഞ്ഞു വരുന്നതായിരിക്കുന്ന കാര്യം മനസ്സിലായല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമ ന്യായപ്രമാണത്തെക്കുറിച്ചാണ്. ഈ ന്യായപ്രമാണത്തിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 10-ാം വാക്യത്തിൽ വായിക്കുന്നത് അതായത് ഈ ന്യായപ്രമാണത്തിലെ നിയമങ്ങളും ചട്ടങ്ങളും മനുഷ്യൻ ചെയ്തു പോരേണ്ടുന്നതായിരിക്കുന്ന കാര്യങ്ങളുമെല്ലാം ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങളത്രേ. അപ്പോൾ ഈ പറയുന്നതായിരിക്കുന്ന ന്യായപ്രമാണത്തിലെ ഈ നിയമങ്ങളെല്ലാം ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങളും അങ്ങനെ ന്യായപ്രമാണത്തിലൂടെ വന്നതാണ്. വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങളത്രേ. ഈ കാര്യം മനസ്സിൽ ഓർമ്മ വയ്ക്കണം. ഇവിടെ നിന്ന് 2 കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ന്യായപ്രമാണത്തിലൂടെ വന്നതായിരിക്കുന്ന ഈ നിയമങ്ങളെല്ലാം തന്നെ എന്തായിരുന്നു അറിയാമോ? മനുഷ്യനെ ഗുണീകരണത്തിലേക്ക് നയിക്കുവാനുള്ളതായിരിക്കുന്ന, ഗുണീകരണ കാലം വരും വരേക്കുള്ളതായിരിക്കുന്ന, ഗുണീകരണത്തിലേക്ക് അവൻ നടത്തപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന ദൈവിക ചട്ടങ്ങളും നിയമങ്ങളുമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ന്യായപ്രമാണത്തിലൂടെയാണ് സ്നാനം ലോകത്തിൽ കടന്നു വന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെല്ലാം ഗുണീകരണ കാലം വരുന്നത് വരെ മനുഷ്യനെ അങ്ങോട്ട് തിരിയാതെയും ഇങ്ങോട്ട് തിരിയാതെയും അത് ചെയ്യാതെയും ഇത് ചെയ്തും അങ്ങനെ പലതിലും ഒരു അടിച്ചമർത്തപ്പെട്ട് മുമ്പോട്ട് കൊണ്ടുപോയി നന്നാക്കി മുമ്പോട്ട് കൊണ്ടുപോയി ഗുണീകരണ കാലം എന്ന് പറഞ്ഞാൽ അവൻ പക്വത പ്രാപിക്കേണ്ടതിനാവശ്യമായിരിക്കുന്ന ആ നാളുകളിലേക്കുള്ളതായിരിക്കുന്ന ബാലപാഠമാണെന്നാണ് പറയുന്നത്. ബാലപാഠം ഇത് നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതിന് നമ്മൾ ശിശുപാലകൻ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഗലാത്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളിൽ, ഗലാത്യർ 3-ാം അധ്യായം അതിൻ്റെ 24-25 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകൻ്റെ കീഴിൽ അല്ല, ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ന്യായപ്രമാണത്തെ എന്തിനോടാണ് തിരുവെഴുത്ത് ഉപമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യ പാഠം, ബാലപാഠം, ശൈശവകാലത്തിലെ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുന്നതായിരിക്കുന്ന നിയമോപദേശം, അല്ലെങ്കിൽ ശിശുപാലകൻ്റെ കീഴിൽ വളരുന്ന ശിശുവിനുള്ളതായിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും, ഇതിനോടാണ് ന്യായപ്രമാണം ഉപമിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കണമെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കുഞ്ഞുങ്ങളുടെ മേലെ അതീവ ശ്രദ്ധ വേണം. ശ്രദ്ധയില്ലാത്ത കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് പറ്റുകയില്ല. അവർ മലക്കിടപ്പ് കിടക്കുമ്പോഴാണെങ്കിൽ അവർക്ക് കൊടുക്കുന്നതായിരിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ദ്രവരൂപത്തിലുള്ളതായിരിക്കും. കട്ടിയായ ആഹാരം കൊടുത്ത് അവർക്ക് കഴിക്കാനായിട്ട് പറ്റുകയില്ല. അവർക്ക് വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കണം, അവർക്ക് ആവശ്യമുള്ളപ്പോൾ പാല് കൊടുക്കണം, അവരുടെ മേലെ എപ്പോഴും നമ്മുടെ ദൃഷ്ടി ഉണ്ടായിരിക്കണം. അവർ പിച്ച് നടക്കുന്ന കാലത്താണേലും വല്ലയിടത്തും വീഴും
വീഴുമോ, അപകടം പറ്റുമോ എന്നുള്ളതായിരിക്കുന്ന ശ്രദ്ധ മാതാപിതാക്കൾക്ക് എപ്പോഴും ശിശുവിൻ്റെ മേലുണ്ട്. അവർ മൂർച്ചയുള്ള ആയുധങ്ങളൊക്കെ എടുക്കുമ്പോൾ, പിച്ച വെച്ച് നടക്കുമ്പോഴൊക്കെ മൂർച്ചയുള്ള ആയുധങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ അത് വാങ്ങി വയ്ക്കും. എന്താ കാരണം? ഈ ആയുധം അവരുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കും. അതറിയാവുന്നത് കൊണ്ട് ഈ കുഞ്ഞുങ്ങൾ വളർന്ന് പക്വതയിലേക്ക് എത്തുന്നവരെ അവരുടെ ഓരോ പ്രായത്തിൻ്റെ കാലഘട്ടങ്ങളിലും വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട്. ഇങ്ങനെ ആവശ്യമുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഗുണീകരണ കാലത്തിലേക്ക് ഇവർ വന്നെത്തുവോളം, യഹൂദന്മാർ വന്നെത്തുവോളം യഹൂദന്മാർക്ക് ഒരു ബാലപാഠമായി, അല്ലെങ്കിൽ ആദ്യ പാഠമായി കൊടുത്തതായിരിക്കുന്ന ഒരു നിയമാവലിയാണ് ഈ ന്യായപ്രമാണം. ഈ ന്യായപ്രമാണത്തിലാണ് എന്തുള്ളത്? വെള്ളത്തിലുള്ള സ്നാനമുള്ളത്. അത് മനസ്സിലാക്കണം. വെള്ളത്തിലുള്ള സ്നാനം ഈ ന്യായപ്രമാണത്തിലാണുള്ളത്. അപ്പോൾ ഈ ഗുണീകരണ കാലം വരെ അത് അവരനുസരിക്കുകയും ചെയ്യുകയും ചെയ്യണം. നമുക്കറിയാം, അവർക്ക് ഒരുപാട് നിയമങ്ങൾ. ആ നിയമങ്ങളിലെല്ലാം തന്നെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ളതായിരിക്കുന്ന ഒരു നല്ല നീണ്ട നിര തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ ഇവരുടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ദൈവിക നിയമങ്ങളാണ് എന്നാണ് എബ്രായലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഞാൻ പറയുന്ന ഗുണീകരണ കാലത്തിലേക്ക് കടന്നതിന് ശേഷം, ഗുണീകരണ കാലത്തിലേക്ക് ഒരുത്തൻ കടന്നു എന്ന് പറഞ്ഞാൽ അവൻ പക്വത പ്രാപിച്ചു, ശൈശവ കാലഘട്ടം കഴിഞ്ഞു, അവൻ പ്രായപൂർത്തിയായി. കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ പറയുന്നതായിരിക്കുന്ന 1-ാം ക്ലാസ്സിലെ പാഠങ്ങൾ വീണ്ടും പഠിക്കുകയാണെങ്കിലോ അതിൻ്റെ അർത്ഥം എന്താ? ഇവൻ ഒരിക്കലും വളർച്ച പ്രാപിച്ചിട്ടില്ല എന്നർത്ഥം, അല്ലേ? ഇവനിപ്പോൾ എന്നും ശിശുവാണെന്ന് അതിൻ്റെ അർത്ഥം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെ ബൈബിളിൽ പല വിധത്തിലുള്ളതായിരിക്കുന്ന വാക്കുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ഇപ്പോൾ PhD എടുത്തു കഴിഞ്ഞതായിരിക്കുന്ന ഒരാൾ വീണ്ടും 1-ാം ക്ലാസ്സിലെ പാഠപുസ്തകം വായിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ കുഴപ്പമില്ലേ? ആ മനുഷ്യൻ എന്തോ കുഴപ്പമില്ലേ? അപ്പോൾ ഈ ന്യായപ്രമാണവും അതിലെ സ്നാനങ്ങളും ഒക്കെ കൊടുത്തിരുന്നത് എന്തിനാണ് എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലും, എബ്രായ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ പറയുന്നത്, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലുള്ള വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. അപ്പോൾ എന്തിനാ ഈ സ്നാനം ഇങ്ങനെയുള്ളതായിരിക്കുന്ന സകല കാര്യങ്ങളെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ആദ്യ വചനമാണ്. ആദ്യ വചനം അതായത് കുഞ്ഞുങ്ങൾക്ക് അടിസ്ഥാനമായി പറഞ്ഞു കൊടുക്കേണ്ടതായിരിക്കുന്ന ബാലപാഠങ്ങളാണ്. അതിനെ ആദ്യ വചനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനത്തിൽ അതിനെ പറഞ്ഞിരിക്കുന്നത്, കൊലോസ്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ ലോകത്തിൻ്റെ, അതായത് തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണം ഉള്ളതല്ല എന്ന് പറഞ്ഞ് ഈ തത്വജ്ഞാനവും വെറും വഞ്ചനയും മനുഷ്യരുടെ സമ്പ്രദായം എന്നൊക്കെ പറയുന്നത് ന്യായപ്രമാണത്തെയാണ്. തത്വജ്ഞാനം അതിലൂടെ ലോകത്തിലേക്ക് വന്നതാണ്, ന്യായപ്രമാണത്തിലൂടെ, അതായത് ഫിലോസഫി. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഉപദേശങ്ങൾ, തൊടരുത്, പിടിക്കരുത്, ശബത്ത് നോക്കണം, വാവ് നോക്കണം, പെരുന്നാൾ ആചരിക്കണം, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയല്ലേ, അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. എന്താ കാരണം? അതൊക്കെ ബാലപാഠങ്ങളാണ്. അതിലൊന്നും നിങ്ങളെ ആരും വിധിക്കരുത്. ക്രിസ്തുവിൽ വന്ന മനുഷ്യരോട് പറയുന്നതായിരിക്കുന്ന ഉപദേശം, അത് മനസ്സിലാക്കണം. 20-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച്, ആദ്യ പാഠങ്ങൾ. അപ്പോൾ ന്യായപ്രമാണത്തെയൊക്കെ എല്ലായിടത്തും പറഞ്ഞിരിക്കുന്ന ആദ്യ പാഠങ്ങൾ എന്നാണ്. ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചിരിക്കുന്നു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത്രേ. അപ്പോൾ ഇവിടെ പറയുന്നതായിരിക്കുന്ന കാര്യം എന്നറിയാം, ന്യായപ്രമാണത്തിലൂടെ വന്നായിരിക്കുന്ന സകല നിയമങ്ങളും എന്താണ് എന്ന് ചോദിച്ചാൽ, അത് ശിശുവിനെ വളർത്തിക്കൊണ്ടുവരാനുള്ളതായിരിക്കുന്ന
ഉപദേശ സംഹിതയാണ്, അല്ലെങ്കിൽ ബാലപാഠമാണ്, അതല്ലെങ്കിൽ ശൈശവ ദിശയിലെ നിയന്ത്രണത്തിനാവശ്യമായിരിക്കുന്ന ഉപദേശങ്ങളാണ്. ഇത് പ്രായപൂർത്തിയായതിനു ശേഷം, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ PhD പാസ്സായ ഒരുത്തൻ വന്നിട്ട് 1-ാം ക്ലാസ്സിലെയും 2-ാം ക്ലാസ്സിലെയും 5-ാം ക്ലാസ്സിലെയും 10-ാം ക്ലാസ്സിലെയും ഒക്കെ പുസ്തകം വീണ്ടും പഠിക്കുക എന്ന് വെച്ചാൽ അതിനൊരു അർത്ഥവും ഇല്ലല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഈ പറയുന്നതായിരിക്കുന്ന ന്യായപ്രമാണത്തെയും അതിൻ്റെ നിയമങ്ങളെയും അതിനകത്ത് തന്നെ സ്നാനത്തെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സ്നാനത്തെയും അത് ഞാൻ ഒന്നുകൂടി ഊന്നി പറയുന്നു. അവിടെ പറഞ്ഞാൽ എന്താ, അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരിക്കുന്ന ജഡീക നിയമങ്ങൾ അത്രേ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജഡീക നിയമങ്ങളാണ്. എന്നാൽ ഈ ഗുണീകരണ കാലം വന്നു കഴിഞ്ഞു. എങ്ങനെ? ഒരു മനുഷ്യൻ ക്രിസ്തുവിലായി തീർന്നപ്പോൾ അവൻ ക്രിസ്തുവിൽ പരിപൂർണനായി തീർന്നു. അതല്ലേ കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പക്വതയെത്തിയിരിക്കുന്നു, പ്രായപൂർത്തി പ്രാപിച്ചിരിക്കുന്നു, ഗുണീകരണ കാലത്തിലേക്ക് എത്തിയിരിക്കുന്നു, ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. പിന്നെയും തിരിഞ്ഞ് ബാലപാഠങ്ങളിലേക്ക് പോകണോ? നിങ്ങൾ തന്നെ വിധി എഴുതുക. എനിക്കറിയാം, എന്നെ കേൾക്കുന്ന കുറേ പേര് ഈ വെള്ളത്തിൽ സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ ആത്മരക്ഷ പ്രാപിക്കൂ എന്ന് പറയുന്നവരാണ്. നിങ്ങൾ സ്വയം ചിന്തിക്കുക. നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നതിൽ എനിക്ക് വിരോധമില്ല. ഞാനതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. എനിക്ക് ഒരു വിരോധവുമില്ല. എന്നാൽ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. ഈ സ്നാനമൊക്കെ എവിടുന്നാണ് വന്നത്? ഇതിൻ്റെയൊക്കെ ആരംഭം എവിടുന്നാണ്? ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇതിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ക്രിസ്തുവിൽ എത്തിയതായിരിക്കുന്ന ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ പരിപൂർണനായി തീർന്നു എന്നാണ് കൊലോസ്യർ 2:10 നമ്മൾ വായിച്ചത്. പരിപൂർണനായി തീർന്നു എന്ന് പറഞ്ഞാൽ ഗുണീകരണ കാലത്തിലേക്ക് അവൻ കടന്നു കഴിഞ്ഞു. എന്നിട്ടും പോയി ആദ്യ ബാലപാഠങ്ങൾ ചെയ്തു വന്നാൽ എങ്ങനെ ഇരിക്കും? നിർജ്ജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനം പൂർത്തി പ്രാപിക്കുക. അപ്പോൾ ഇതെല്ലാം ആദ്യ വചനങ്ങളാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലേ? ഈ സ്നാനവും അതിൻ്റെ ഉപദേശങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ന്യായപ്രമാണത്തിൽ വെച്ചിരുന്നത്? ആ ശിശുവിനെ വളർത്തി വലുതാക്കി യഥാർത്ഥ പുരുഷത്വത്തിലേക്ക് കൊണ്ടുവരും വരെയുള്ളായിരിക്കുന്ന നിയമസംഹിത ആയിരുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കണ്ടു. അത് എന്താണ് പറയുന്നത്? അത് ഗുണീകരണ കാലത്തോളം ചുമത്തപ്പെട്ടതായിരിക്കുന്ന നിയമങ്ങളായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അതിനകത്ത് മറ്റൊരു കാര്യം പറഞ്ഞത്, ഈ ന്യായപ്രമാണവും സ്നാനവും ഒക്കെ എന്തിനുള്ളതായിരിക്കുന്ന എന്ത് ഉപദേശമായിരുന്നു എന്നറിയാമോ? അത് ജഡീക നിയമങ്ങളായിരുന്നു എന്നാണ്. ജഡീക നിയമങ്ങൾ. എബ്രായലേഖനം തന്നെ 9:10 നമ്മൾ വായിച്ച ആ വാക്യം തന്നെ ഞാൻ ഒന്നുകൂടി നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം, അതിൽ ഗുണീകരണ കാലം നമ്മൾ ചിന്തിച്ചു, ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങൾ അത്രേ എന്നാണ്. എന്താ ഈ ജഡീക നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ? അതായത് മനുഷ്യൻ ജഡമാണ്. ഈ മനുഷ്യൻ്റെ ജഡീകനായിരിക്കുന്ന മനുഷ്യനെ തെറ്റുകളിലേക്ക് പോകാതെ തെറ്റുകൾ തിരുത്തി നീതീകരിക്കുവാൻ തക്കവണ്ണം ബലഹീനനായിരിക്കുന്ന ജഡീകനായിരിക്കുന്ന മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ തക്കവണ്ണം ദൈവം വെച്ചതായിരിക്കുന്ന നിയമസംഹിതയാണ് ഈ പറയുന്നതായിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ ഈ ഉപദേശങ്ങൾ എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ജഡീക നിയമങ്ങളെല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ, ജഡത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം, അല്ലെങ്കിൽ ജഡത്തിൻ്റെ ബലഹീനതയിൽ പിടിക്കപ്പെടുന്നതായിരിക്കുന്ന കാലത്തോളം, ബലഹീനനായി ജീവിക്കുന്ന കാലത്തോളം അവനെ നേരായിരിക്കുന്ന ബുദ്ധിയുപദേശം പഠിപ്പിച്ച് നേരായ പാതയിൽ നടത്താനുള്ളതായിരിക്കുന്ന നിയമങ്ങളാണ്. ഇപ്പം നമുക്കറിയാം, ഇന്ത്യയിലെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളൊക്കെ എന്തിനാണ് വെച്ചിരിക്കുന്നത്? ഈ നിയമങ്ങളിൽ ലംഘിക്കുന്നവർക്ക് ശിക്ഷയുണ്ട്, അല്ലേ? ഇതൊക്കെ എന്തിനാണ് വെച്ചിരിക്കുന്നത്? ആ മനുഷ്യനെ കുറ്റത്തിൽ നിന്ന് വിടിവിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക്, നീതിയിലേക്ക് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ജഡീക നിയമങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ജഡീക നിയമങ്ങളെല്ലാം നിങ്ങൾ അങ്ങനെ തന്നെ പാലിക്കണമെന്ന് നിങ്ങൾ ശാഠ്യം കാണിക്കുകയാണെങ്കിൽ, അതിനകത്തെ മുഖ്യ വിഷയമാണല്ലോ സ്നാനം, നമ്മുടെ വിഷയം സ്നാനമാണല്ലോ, അതെല്ലാം നിങ്ങൾ അങ്ങനെ തന്നെ പാലിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഇന്ന് ജഡീകരാണോ?
നിങ്ങൾ ക്രിസ്തുവിലുള്ളവരാണോ അതെയോ ജഡീകരാണോ? ജഡീകർക്കുള്ള നിയമങ്ങളാണത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നതായിരിക്കുന്ന മനുഷ്യർ എന്ന് പറയുന്നത് ചത്തവരാണ്. അതായത് യേശു ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞാൽ അവൻ മരിച്ചു, ഞാൻ അവനെ ചത്തവനെന്ന് വിളിക്കും. യേശു ക്രിസ്തുവിൽ എത്തിയവൻ മരിച്ചു. മരിച്ച മനുഷ്യന് ന്യായപ്രമാണത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓർത്ത് നോക്ക്. മരിച്ചൊരു ശവം ഇവിടെ കിടക്കുകയാണെങ്കിൽ പ്രമാണങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും അവൻ്റെ മേലെ കൊടുത്തിട്ട് വല്ല കാര്യവുമുണ്ടോ? മരിച്ച മനുഷ്യന് ന്യായപ്രമാണം ബാധകമാണോ? അല്ലല്ലോ. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസ് അത് എത്ര മാത്രം വിദഗ്ധമായിട്ടാണ് അത് വിവരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. റോമാലേഖനത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടെ ഇരിക്കുന്ന കാലത്തൊക്കെ ഈ ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലും അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാവുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ടുയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനുള്ളവനെങ്കിൽ നിങ്ങൾ മരിച്ചവരാ. മനസ്സിലായോ? ക്രിസ്തുവിനുള്ളവരാണോ നിങ്ങൾ? ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരാണോ? എന്നാൽ നിങ്ങൾ മരിച്ചവരാ. മരിച്ച നിങ്ങൾക്ക് വേണോ ന്യായപ്രമാണം? വേണോ? നിങ്ങൾ തന്നെ ചിന്തിക്കുക. ആ ന്യായപ്രമാണം വേണോ? ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടിരുന്ന ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. കണ്ടില്ലേ എത്ര വ്യക്തമായിട്ടാണ് പൗലോസ് ഈ പറയുന്നതായിരിക്കുന്ന റോമാലേഖനത്തിൽ കൂടെ സാദൃശ്യം വിവരിക്കുന്നത്. ഒരു ഭാര്യയ്ക്കൊരു ഭർത്താവുണ്ടെങ്കിൽ ആ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം ആ സ്ത്രീ മറ്റൊരു പുരുഷൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ വ്യഭിചാരിണി എന്ന് പേരാവും. പക്ഷേ ഈ ഭർത്താവ് അങ്ങ് മരിച്ചു പോയിന്നിരിക്കട്ടെ, ഭർത്താവ് അങ്ങ് മരിച്ചു കഴിഞ്ഞിട്ട് ഇവൾ വേറൊരു പുരുഷന് വിവാഹിതയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരു പുരുഷൻ്റെ കൂടെ പോവുകയോ ചെയ്താൽ അവൾക്ക് പിന്നെ വ്യഭിചാരിണി എന്നുള്ള പേരില്ല. കാരണം ഭർത്താവില്ല. അപ്പോൾ ഇവളെ സംബന്ധിച്ച് ഇവളുടെ നിയമം ഭർത്താവാണ്. കാര്യം മനസ്സിലായില്ലേ? ഇവളെ സംബന്ധിച്ച് ഇവളുടെ നിയമം ഭർത്താവാണ്. അപ്പോൾ ഇവളുടെ നിയമമായിരിക്കുന്ന ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവൾ നിയമത്തിൽ നിന്ന് സ്വതന്ത്രയായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവൾക്ക് ഏത് വിധത്തിൽ ജീവിച്ചാലും അവൾക്ക് പ്രമാണത്തിൻ്റെ നിയമത്തിൻ്റെ മുമ്പിൽ അവൾ കുറ്റക്കാരിയല്ല. കാര്യം മനസ്സിലായില്ലേ? പൗലോസ് അത് എത്ര വിദഗ്ധമായിട്ട് പറയുന്നത് നോക്കിയേ. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ ജഡീക നിയമങ്ങളാണ്, ജഡത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ജഡീകനായിരിക്കുന്ന മനുഷ്യനുള്ളായിരിക്കുന്ന നിയമങ്ങളാണ് ഈ ന്യായപ്രമാണത്തിലെ നിയമങ്ങൾ. അതിൽ പെടുന്നതാണ് സ്നാനം. ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അതിൽ പെടുന്നതാണ് സ്നാനം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ക്രിസ്തുവിലായവരെല്ലാവരും തന്നെ ക്രിസ്തുവിൽ മരിച്ച് ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ക്രിസ്തുവിലായവരെല്ലാം ക്രിസ്തുവിനോട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവരാണ്. പിന്നെ എങ്ങനെയാണ് ന്യായപ്രമാണത്തിലെ നിയമങ്ങൾ അവർക്ക് ബാധകമാകുന്നത്? അവൻ ക്രിസ്തുവിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ പുതിയ മനുഷ്യനാണെന്നേ. ക്രിസ്തുവിനുള്ളവനാണെങ്കിൽ അവൻ ചത്തവനാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അവൻ ഒരിക്കൽ ചത്തവനാ. പിന്നെ നിയമത്തിന് ചത്തു പോയവൻ്റെ മേലിൽ നിയമത്തിന് ഒരു അവകാശവും ഇല്ല. അവനിപ്പോൾ ജീവിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവിൽ ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. അവൻ്റെ ഉള്ളിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങൾ അവന് ബാധകമല്ല. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ഈ പറയുന്നതായിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം തന്നെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന നിയമങ്ങളാണ്. അത് ആദ്യ പാഠങ്ങളാണ്, അത് ബാലപാഠങ്ങളാണ്, അത് ശിശുക്കളെ വളർത്താൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു എന്താ പറയുന്നത് പ്രമാണ സംഹിതയാണ്. പറഞ്ഞു മനസ്സിലായോ? അത് അങ്ങനെ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയെല്ലാം തന്നെ അതിൻ്റെ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം അടിസ്ഥാന എന്ന് പറഞ്ഞാൽ ശിശുക്കൾക്ക് ആവശ്യമായിരിക്കുന്ന അടിസ്ഥാനം. ബൈബിളിലെ അടിസ്ഥാന ഉപദേശം അല്ല കേട്ടോ.
ശിശുക്കളെ വളർത്താൻ ആവശ്യമായിരിക്കുന്ന ആരംഭ ഉപദേശം, അതിനവിടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ആരംഭ ഉപദേശ സംഹിതയാണ് അതെല്ലാം. നിങ്ങൾ ഈ പറയുന്നതായിരിക്കുന്ന ന്യായപ്രമാണത്തിലെ സ്നാനം കൂടിയേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ന്യായപ്രമാണത്തിൽ കൂടിയാണല്ലോ സ്നാനം വന്നത്, അത് കൂടിയേ രക്ഷയുള്ളൂ, അല്ലാതെ ആത്മരക്ഷയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും ആ ശൈശവ ദിശയിലേക്ക് തിരിച്ചു പോവുകയാണ്. നിങ്ങൾ ജഡീക നിയമങ്ങൾക്ക് കീഴ്പ്പെടുകയാണ്. നിങ്ങൾ ഗുണീകരണ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ടില്ല. നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരായിട്ടില്ല. ആ കാര്യം നിങ്ങൾ ഒന്നാമത് മനസ്സിലാക്കുക. തുടർന്ന് ഞാൻ നിങ്ങളെ റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടായിരിക്കണം ഈ കാര്യങ്ങൾ പഠിക്കാനെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സ്നാനം എന്നുള്ളതായിരിക്കുന്ന വാക്ക് വന്നത് നമുക്കറിയാമല്ലോ തിരുവെഴുത്തിൽ നിന്നാണ്. തിരുവെഴുത്തിൽ സ്നാനം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്നാനങ്ങളുണ്ട്. കഴിഞ്ഞ വീഡിയോകളിലൂടെയൊക്കെ ഞാൻ ഒരുപാട് സ്നാനങ്ങളെക്കുറിച്ച് പറഞ്ഞു. തിരുവെഴുത്തുകളിൽ സ്നാനമെന്ന് പറഞ്ഞിരിക്കുന്നത് മുഴുകുക എന്നുള്ളതായിരിക്കുന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. അല്ലാതെ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുക എന്നുള്ള അർത്ഥം തിരുവെഴുത്തിലെ സ്നാനത്തിനില്ല. മുഴുകുക, എന്തൊന്നിൽ മനുഷ്യൻ മുഴുകിയാലും അത് സ്നാനമാണ്. ഏതൊന്നിൽ മുഴുകിയാലും, ഏതെങ്കിലും ഒന്നിൻ്റെ ഉള്ളിലേക്ക് കടന്നുകൂടിയാൽ അല്ലെങ്കിൽ ഒന്നിൻ്റെ ഉള്ളിലായി തീർന്നാൽ അതിനെ മുഴുകി, അവൻ അതിൽ മുഴുകി എന്ന അർത്ഥത്തിൽ സ്നാനം എന്നുള്ളതായിരിക്കുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഗ്രീക്കിലെ വാക്കാണ് ബാപ്റ്റിസോ എന്നുള്ളതായിരിക്കുന്ന വാക്ക്, ഗ്രീക്കിലെ വാക്കാണ്. ഈ ഗ്രീക്കിലെ വാക്കിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോഴാണ് അതിന് സ്നാനം എന്നുള്ളതായിരിക്കുന്ന പേര് കൊടുത്തത്. അപ്പോൾ ഈ സ്നാനം എന്ന് കേൾക്കുമ്പോൾ മലയാളികളായിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഒരു ചിന്ത വരുന്നത് ശുദ്ധീകരണം, വെള്ളത്തിലുള്ള കഴുകൽ എന്നുള്ള ചിന്തയാണ് വരുന്നത്. എന്നാൽ അത് മാത്രമല്ല ബൈബിളിലെ സ്നാനം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സ്നാനത്തിന് അങ്ങനെ ഒരു അർത്ഥം മാത്രമല്ല ഉള്ളത്. അങ്ങനെ ഒരു അർത്ഥമുണ്ട്, അങ്ങനെ ഒരു അർത്ഥം മാത്രമല്ല ഉള്ളത്. ഏതൊന്നിൽ നമ്മൾ മുഴുകിയാലും അത് സ്നാനമായിട്ടാണ് തീരുന്നത്, അതായത് മുഴുകലായിട്ടാണ് തീരുന്നത്. നിങ്ങൾ ഒരു 5 ലിറ്റർ മണ്ണെണ്ണ എടുത്ത് നിങ്ങളുടെ തലയിൽ കൂടി ഒഴിച്ചാൽ നിങ്ങൾ സ്നാനപ്പെട്ട് കഴിഞ്ഞു, മണ്ണെണ്ണയിൽ സ്നാനപ്പെട്ടു. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഒരു കൊട്ട മണ്ണ് വാരി നിങ്ങളുടെ തലയിലൂടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സ്നാനപ്പെട്ട് കഴിഞ്ഞു, മണ്ണിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞു. കുറേ പെട്രോൾ എടുത്ത് നിങ്ങളുടെ ദേഹത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്നാനപ്പെട്ടു. എങ്ങനെ? ആ പെട്രോളിൽ നിങ്ങൾ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്നാനം എന്ന വാക്കിൻ്റെ അർത്ഥം മുഴുകുക എന്ന് മാത്രമേ ഉള്ളൂ. ഞാനത് മുൻ വീഡിയോകളിലൂടെ ഞാനത് പറഞ്ഞു വന്നു, നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. അതായത് പഴയ നിയമകാലത്തെ സ്നാനങ്ങളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം തന്നെ വെള്ളമില്ല. വെള്ളത്തിലുള്ള സ്നാനത്തെക്കുറിച്ചല്ല പറഞ്ഞത്. ഈ മലയാള മനസ്സിൽ നമ്മുടെയൊക്കെ ചിന്തയിൽ സ്നാനമെന്ന് കേൾക്കുമ്പോഴേക്കും വെള്ളത്തിലെ കുളി, ശുദ്ധീകരണം, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതായിരിക്കുന്ന ആ കാര്യമാണ് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത്. ഏതൊന്നിലാണോ നിങ്ങൾ മുഴുകുന്നത് അതിൽ നിങ്ങൾ ആ ബൈബിൾ മലയാളത്തിൻ്റെ വാക്കനുസരിച്ച് സ്നാനിതനായി തീർന്നു. ഏതൊന്നിലാണോ മുഴുകുന്നത്. അപ്പോൾ ആ വിധത്തിലാണ് ബൈബിളിലെ സ്നാനങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഈ ചിത്രം വെച്ചുകൊണ്ട് വേണം റോമാലേഖനം 6-ാം അധ്യായത്തിലെ ഈ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട്. ശരി, റോമാലേഖനം 6-ാം അധ്യായത്തിലെ കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ട് ഇരിക്കുക എന്നോ ഒരു നാളും അരുത്. അവിടെ ഒരു പൊതുതത്വം പറയുകയാണ്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പാപസംബന്ധമായി മരിച്ചവർ. എപ്പോഴാണ് നമ്മൾ മരിച്ചത്? നമ്മളെപ്പോഴാണ് പാപസംബന്ധമായിട്ട് മരിച്ചത്? എപ്പോഴാണ്? ചിന്തിച്ച് നോക്കിക്കുക. എപ്പോഴാണ് നമ്മൾ മരിച്ചോ? മരിച്ചില്ലയോ? പാപസംബന്ധമായിട്ട് നമ്മൾ മരിച്ചത് എപ്പോഴാണ്? മരിച്ചത് എങ്ങനെയാണ്? നമുക്കെല്ലാവർക്കും അറിയാം, അതിൻ്റെ ഉത്തരം അറിയാം. യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ യാഗമരണത്തിൽ ഞാനും നിങ്ങളും വിശ്വസിച്ചപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ മരണത്തോട് നാം ഐക്യപ്പെട്ടു. അതിനെ ആരും അവഗണിക്കില്ലല്ലോ, വിശ്വാസികളാരും അവഗണിക്കില്ല. അതാണ് ബൈബിളിലെ ക്രിസ്തുവിനോട് കൂടിയുള്ള മരണം എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ അതാണ്. അപ്പോൾ പാപസംബന്ധമായി നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അത് എപ്പോൾ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളായിരിക്കുന്ന സുവിശേഷം ഞാനും നിങ്ങളും കേട്ട് വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോട് നാം ഐക്യതപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ അത് മനസ്സിലാക്കിക്കൊണ്ട് താഴേക്ക് വായിക്കുക. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? എങ്ങനെയാണ് മരിച്ചത്? ശരീരത്തിൽ മരിച്ചോ? നമ്മൾ ആരെങ്കിലും ശരീരത്തിൽ മരിച്ചോ? ക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ? ഇല്ലല്ലോ. ക്രിസ്തുവിനെ വിശ്വസിച്ച ശേഷം ഇത്രയും കാലവും ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമല്ലേ. നമ്മൾ ആരും ശരീരത്തിൽ മരിച്ചില്ല. അപ്പോൾ എവിടെ ഈ മരണം സംഭവിച്ചത്? ഇത് വെറുതെ പറഞ്ഞാണോ? ഇതൊരു പാഴ്വാക്കാണോ? ഇത് വെറുതെ പറഞ്ഞല്ലോ. മരണം സംഭവിച്ചു. നമ്മുടെ അകത്തെ മനുഷ്യനിൽ
നമ്മുടെ ആത്മാവിൽ മരണം സംഭവിച്ച ആ മരണമാണ് നിങ്ങൾ ക്രിസ്തുവിനോട് മരിച്ചു എന്നിവിടെ എഴുതിയിരിക്കുന്നത്. അകത്തെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ മരണത്തെയാണ് മരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ മരിച്ചത് എൻ്റെ പാപത്താൽ പങ്കിലമായിരിക്കുന്ന എൻ്റെ ആത്മാവാണ്, എൻ്റെ ആത്മശരീരമാണ് മരിച്ചത്. ശരി, താഴേക്ക് വായിക്കുകയാണ്. മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു. നമ്മൾ യേശു ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനമേറ്റത്. ഈ യേശു ക്രിസ്തുവിനോട് നമ്മൾ എപ്പോഴാണ് ചേർന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് വയ്ക്കുക. നമ്മളെപ്പോഴാണ് ക്രിസ്തുവിനോട് ചേർന്നത്? എല്ലാവർക്കും അറിയാം. ഒരുത്തൻ ക്രിസ്തുവിനോട് ചേരണമെങ്കിൽ എന്താണ് ആവശ്യം? യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് ഒരുത്തൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്നത്? ക്രിസ്തുവിനോട് ചേരുന്നത്. അല്ലേ? അതെയോ നിങ്ങൾ വെള്ളത്തിൽ സ്നാനപ്പെടുമ്പോഴാണോ ക്രിസ്തുവിനോട് ചേരുന്നത്? നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ തീരുമാനത്തിന് ഞാൻ വിടുകയാണ്. നിങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയപ്പോഴാണോ ക്രിസ്തുവിനോട് ചേർന്നത്? അതെയോ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് വന്നപ്പോഴാണോ നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നത്? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടവർ എന്നല്ലേ അവിടെ പറഞ്ഞേ? അത് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് വന്നപ്പോഴല്ലേ? ഒരു സംശയമില്ലല്ലോ. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് വന്നപ്പോഴാണ്. റോമാലേഖനം 8:9 ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല. നിങ്ങൾ എപ്പോഴാണ് ക്രിസ്തുവിനുള്ളവനായി തീർന്നത്? യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം നിങ്ങളോടൊരു വ്യക്തി വന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വല്ല വിധത്തിലും ബൈബിൾ വായിച്ചിട്ടോ പ്രസംഗം കേട്ടിട്ടോ എങ്ങനെയാകാം, ആ സുവിശേഷം നിങ്ങൾ കേട്ടപ്പോഴല്ലേ എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ച കർത്താവായ യേശു ക്രിസ്തു എനിക്ക് പാപപരിഹാരം വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതും കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചതും. അന്ന് നിങ്ങൾ അവനോട് ചേർന്നില്ലേ? സത്യമല്ലേ അത്? അന്ന് ചേർന്നില്ലേ? അത് കഴിഞ്ഞ് ചില മാസങ്ങളെല്ലാം കഴിഞ്ഞ് സമയവും സന്ദർഭവും എല്ലാം വന്നപ്പോൾ സഭയിലൊരു സ്നാന ശുശ്രൂഷയൊക്കെ വെച്ച് ആ സ്നാനം നടത്തിയപ്പോഴാണോ നിങ്ങൾ അവനോട് ചേർന്നത്? അതുവരെ നിങ്ങൾക്ക് ക്രിസ്തുവായിട്ട് ബന്ധമില്ലായിരുന്നു. നിങ്ങളെക്കുറിച്ച് തന്നെ എപ്പോഴാണ് നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നത്? ക്രിസ്തുവിനെ എന്ന് നിങ്ങളുടെ യഥാർത്ഥ മാനസാന്തരത്തോടെ കർത്താവിൻ്റെ കുരിശിൽ നിങ്ങളുടെ പാപപരിഹാരം കണ്ടെത്തി വിശ്വസിച്ചുവോ, ആ സമയത്ത് തന്നെ നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നു. എങ്ങനെയാണ് ക്രിസ്തുവിനോട് ചേരുന്നത്? ക്രിസ്തുവിനോട് എങ്ങനെയാണ് ചേരുന്നത്? നിങ്ങളൊന്ന് ചിന്തിക്കുക. ക്രിസ്തുവിനോട് ചേരുന്നത് ക്രിസ്തുവിൻ്റെ അതേ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ എൻ്റെ ആത്മാവിൽ വന്ന് നിറയുമ്പോൾ, എൻ്റെ ആത്മാവ് ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ ആയിക്കഴിയുമ്പോൾ, ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിൻ്റെ മേൽ മുഴുകൽ നടത്തി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഞാൻ ക്രിസ്തുവിനോട് ചേർന്നു. ഇവിടെ വായിച്ചത് എന്തെന്നാ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ, ഇവിടെ പറഞ്ഞ സ്നാനം ഏതാ? ഇപ്പം ഞാൻ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. സ്നാനം എന്ന് പറഞ്ഞാൽ മുഴുകുക എന്നർത്ഥം, അല്ലാതെ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുക എന്നുള്ള അർത്ഥമല്ല. ഇത് വായിക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഇതാ, മുഴുകുക. എപ്പോഴാണ് മുഴുകിയത്? നിങ്ങളെങ്ങനെയാണ് ക്രിസ്തുവിനോട് ചേർന്നത്? നിങ്ങളുടെ ശരീരമാണ് ക്രിസ്തുവിനോട് ചേർന്നത്. നിങ്ങളുടെ ശരീരം കർത്താവിനോട് ചേർന്നില്ലല്ലോ. നിങ്ങളിന്ന് ക്രിസ്തുവിലുള്ളൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾ പറയുകയാണ്, ഞാനിന്ന് എൻ്റെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മകളാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പറയുന്നത് നിങ്ങളുടെ ആത്മസംബന്ധമായിട്ടുള്ള ബന്ധമല്ലേ ഈ പറയുന്നത്? അതെയോ ശരീര സംബന്ധമായിട്ടുള്ളതാണോ? ഇവിടെ പറഞ്ഞത് എന്താ? യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ ഈ സ്നാനം മുഴുകല. എന്തിൽ മുഴുകി? വെള്ളത്തിൽ മുഴുകി എന്നാണോ? അല്ല ഇവിടെ പറയുന്നത്. അവിടെ സ്നാനമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അവിടെ ആത്മാവെന്ന് പറഞ്ഞിട്ടില്ല. ആ കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന മുഴുകൽ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിലേക്ക് വന്നപ്പോൾ ഞാൻ ക്രിസ്തുവിനോട് ചേർന്നു എന്നാണ്. ക്രിസ്തുവിലായിത്തീർന്നു, ക്രിസ്തുവിനോട് ചേർന്നു എന്നാണ്. ഇത് മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ ഒരു വേദഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. അവിടെ പറയുന്നത് എന്തെന്നറിയാമോ? യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. എത്ര വ്യക്തമാണെന്ന് നോക്കിയേ. ഈ ബോഡി ഓഫ് ക്രൈസ്റ്റിൽ ഒരുത്തൻ പങ്കാളിയാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഒരുത്തൻ പങ്കാളിയാകണമെങ്കിലേ
അവന് വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയാലും ഒന്നും അവന് പങ്കാളിയാകാൻ പറ്റുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടാലും ശരി പങ്കാളിയാകാൻ പറ്റില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയാലും പങ്കാളിയാകാനായിട്ട് പറ്റുകയില്ല. തളിപ്പ് സ്നാനം സ്വീകരിച്ചാലും പങ്കാളിയാകാനായിട്ട് പറ്റുകയില്ല. ശൈശവ സ്നാനം സ്വീകരിച്ചാലും പങ്കാളിയാകാനായിട്ട് പറ്റുകയില്ല. മലർത്തി കിടത്തി സ്നാനപ്പെടുത്തിയാലും ഇരുത്തി സ്നാനപ്പെടുത്തിയാലും യേശുവിൻ്റെ ശരീരത്തോട് പങ്കാളിയാകാനായിട്ട് പറ്റുകയില്ല. യേശുവിൻ്റെ ശരീരത്തോട് പങ്കാളിയാകാൻ എന്താ വഴിയുള്ളൂ? ഏതേ വഴിയുള്ളൂ? അതിനുള്ള ഏക വഴി എന്ന് പറയുന്നത് യഹൂദന്മാരോ യവനന്മാരോ സോദരന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ്. ഏക ശരീരം എന്ന് പറഞ്ഞാൽ ഏതാ ശരീരം? ക്രിസ്തുവിൻ്റെ ശരീരം. ആ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് നാം ഒന്നായി ചേരുവാൻ തക്കവണ്ണം ആകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റു. ഒരേ ആത്മാവ് എല്ലാവരിലും വരണം. എന്നെ കേൾക്കുന്ന നിങ്ങളിലും പറയുന്ന എന്നിലും അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടായിരിക്കുന്ന ദൈവമക്കളിലും എല്ലാവരിലും ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മരിച്ചുയർത്തെഴുന്നേറ്റവനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് വരുമ്പോഴാണ് നാം എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ഏകീഭവിക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ ഏത് വെള്ളത്തിൽ കുളിച്ചാലും നിങ്ങൾക്ക് യേശുവിൻ്റെ ശരീരത്തോട് അനുരൂപപ്പെടാനായിട്ട് യേശുവിൻ്റെ ശരീരത്തിലെ ഒരു അവയവമായി മാറാനായിട്ട് പറ്റുകയില്ല. ഈ പുതിയ നിയമത്തിലെ സ്നാനം, ബോഡി ഓഫ് ക്രൈസ്റ്റിലെ സ്നാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ സ്നാനമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ റോമാലേഖനം 6-ാം അധ്യായത്തിലെ സ്നാനം പഠിക്കാൻ. സാത്താൻ്റെ ആത്മാവ് ഒരുത്തൻ്റെ മേൽ വന്നു കഴിഞ്ഞാൽ അവൻ സാത്താൻ്റെ മകനായിട്ട് തീരുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഒരുത്തൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ അവൻ ദൈവത്തിൻ്റെ മകനായിട്ട് തീരുന്നു. ഇങ്ങനെ ദൈവമക്കളായവരാണ് ക്രിസ്തു യേശുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയിലുള്ളവർ. ആ ദൈവമക്കളുടെ മേൽ ദൈവാത്മാവ് വസിക്കുന്നതിലൂടെയാണ് അവർ ദൈവമക്കളായി ഇരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. സുവിശേഷം കേട്ട് ഒരുത്തൻ വിശ്വസിക്കുന്ന മാത്രയിൽ സംഭവിക്കുന്നതായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിലേക്ക് വന്ന് അവനെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമാക്കി തീർക്കുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ അവൻ പൊതിയപ്പെടുന്നു. അവൻ്റെ ആത്മാവ്, അതായത് ഈ വിശ്വസിക്കുന്നവൻ്റെ ആത്മാവ് ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ പൊതിയപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവൻ ക്രിസ്തുവിനുള്ളവനായിട്ട് തീരുന്നു. അവൻ ദൈവത്തിൻ്റെ മകനായിട്ട് തീരുന്നു. അതിന് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ പൊതിയണം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നമ്മുടെ ആത്മാവ് മുഴുകണം. ഇതിനെയാണ് ബൈബിളിൽ ഈ ആത്മസ്നാനം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഈ ആത്മസ്നാനത്തിലൂടെ മാത്രമേ നമുക്ക് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് തീരാനായിട്ട് പറ്റുകയുള്ളൂ. ഇതിനെയാണ് ബൈബിളിൽ സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു എന്ന് പറയുന്നത്. റോമലേഖനത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു എന്ന് പറയുന്നില്ലേ? എന്തേ കുഴിച്ചിടപ്പെട്ടവൻ? ചത്തവനെയല്ലേ കുഴിച്ചിടേണ്ടത്? ഈ നമ്മുടെ ആത്മാവിനെക്കുറിച്ച് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയാമോ? നമ്മുടെ ആത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മൾ മരിച്ചവരാണ്. 2 വിധത്തിൽ നമ്മൾ മരിച്ചവരാണ്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ആദാമ്യ പാപത്താൽ നമ്മൾ മരിച്ചവരാണ്. ആദാമിൻ്റെ വംശപാരമ്പര്യത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവരായി ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട് മരിച്ചവരാണ് നമ്മൾ. റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരാണെന്നാണ്. ആ മരിച്ചതായിരിക്കുന്ന വ്യക്തിക്ക് ഒരു മരണം കൂടെ സംഭവിച്ചെങ്കിലേ അവൻ ജീവനിലേക്ക് കടക്കുകയുള്ളൂ. അതേത് മരണം എന്നറിയാമോ? യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മരണം കൂടെ ഇവൻ്റെ ശരീരത്തിൽ വഹിക്കണം. നമ്മളെല്ലാവരും ഓൾറെഡി മരിച്ചവരാണ്. ആദാമ്യ പാപത്താൽ മരിച്ചവരാണ്. അതുപോലെ തന്നെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരാണ്. ഈ മരിച്ചു എന്നൊക്കെ പറയുന്നത് എവിടെയാണ്? നമ്മുടെ ഈ പുറമേയുള്ള ബോഡിയുടെ കാര്യമാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഈ ബോഡിയിലാണോ നമ്മൾ മരിച്ചത്? അല്ലല്ലോ. നമ്മൾ മരിച്ചത് നമ്മുടെ അകത്തെ മനുഷ്യനാണ്. ബൈബിളിൽ പൗലോസ് അത് വ്യക്തമായിട്ട് പല ഭാഗങ്ങളിൽ അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനെയും കുറിച്ചുള്ളായിരിക്കുന്ന വ്യക്തമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് തരുന്നുണ്ട്. നമ്മൾ മരിച്ചത് അകത്തെ മനുഷ്യനിലാണ്. ഈ അകത്തെ മനുഷ്യൻ മരിച്ച മനുഷ്യനാണ്. ഈ മരിച്ച മനുഷ്യൻ ക്രിസ്തു യേശുവിൻ്റെ സുവിശേഷം കേൾക്കുമ്പോൾ യേശു ക്രിസ്തുവിലേക്ക് നോക്കി വിശ്വസിച്ച് കഴിയുമ്പോൾ ഇവൻ മൂന്നാമതൊരു മരണം കൂടി സംഭവിക്കുക. 2 മരണം ഏതാണെന്നറിയാമല്ലോ. ആദാമിൽ മരിച്ചവരാണ് നമ്മൾ, മനുഷ്യവർഗം മുഴുവൻ. 2 സ്വയം അതിക്രമങ്ങളും പാപങ്ങളിലും മരിച്ചവരാണ്. ആ മരിച്ച വ്യക്തി സുവിശേഷം കേട്ട് വിശ്വസിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി കുരിശിലെ യാഗമരണത്തിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോട് അവൻ അനുരൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ക്രിസ്തുവിൻ്റെ മരണത്തിലും കൂടി അവൻ അനുരൂപപ്പെട്ട് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ?
ഇവൻ്റെ ആത്മാവിൻ്റെ മേൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് വന്ന് ആവരണം ചെയ്യുന്നു, പൊതിയുന്നു. ഈ പൊതിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? മരിച്ചവൻ അടക്കപ്പെട്ടു, അവൻ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തവന് സാദൃശ്യമായി തീരുന്നു. അവൻ്റെ ഉള്ളിലെ ആത്മാവ് ക്രിസ്തുവിനോട് കൂടെ ഉയർത്ത് എഴുന്നേൽക്കുന്നു. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ആ വിധത്തിൽ നാം ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നാം പൊതിയപ്പെട്ടവരും, നാം മരണത്തിൻ്റെ അധീനതയിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരും, ക്രിസ്തുവിനോട് കൂടെ മരിച്ചതിലൂടെ നാം പുനരുദ്ധാനത്തിന് പങ്കാളികളായി തീർന്നവരുമായി നാം വിജയിച്ചവരാണ്. അപ്പോൾ എങ്ങനെയാണ് ക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ പുറമേ ഉള്ള മനുഷ്യനിൽ നടക്കുന്ന ഒരു കാര്യമേ അല്ല. നമ്മളാരും ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, പുറമേ ഉള്ള മനുഷ്യൻ ഇതുവരെയും മരിച്ചിട്ടില്ല. പുറമേ ഉള്ള മനുഷ്യനിൽ സംഭവിക്കുന്ന ഒരു കാര്യവുമല്ല. പുറമേ ഉള്ള മനുഷ്യനാണ്. നിങ്ങളുടെയൊക്കെ പുറമേ ഉള്ള മനുഷ്യൻ മരിച്ചാൽ ശരി, നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ശവമടക്ക്, വെള്ളത്തിലെങ്കിൽ വെള്ളത്തിൽ, മണ്ണിലെങ്കിൽ മണ്ണിൽ, എവിടെയെങ്കിലും കൊണ്ടുപോയി ശവമടക്ക്. അതിന് പേര് നിങ്ങൾ സ്നാനം എന്ന് വിളിച്ചാൽ എനിക്ക് വിരോധമല്ല. പുറമേ ഉള്ള മനുഷ്യൻ മരിച്ചാണല്ലേ. ഇത് മരിച്ചത് അകമേ ഉള്ള മനുഷ്യനാണെന്നേ. അതായത് നമ്മുടെ ഉള്ളിലെ മനുഷ്യനാണ് മരിച്ചത്. ഈ ഉള്ളിലെ മനുഷ്യൻ ക്രിസ്തുവിനോട് ഒന്നായി ചേരണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് ആ മരിച്ച മനുഷ്യൻ്റെ മേൽ ആവരണം ചെയ്യണം. അത് ജീവൻ്റെ ആത്മാവാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ജീവൻ്റെ ആത്മാവാണ്. ഈ മരിച്ച നമ്മുടെ ആത്മാവിന്മേൽ ക്രിസ്തുവിൻ്റെ ജീവനുള്ള ആത്മാവ് പൊതിയപ്പെടുമ്പോൾ ഈ മരിച്ച ഉള്ളിലെ ആത്മാവ് ജീവൻ പ്രാപിക്കുകയാണ്. എങ്ങനെ? യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രാപിക്കുകയാണ്. ആ ജീവൻ പ്രാപിച്ചവൻ അടക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ്, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ സ്നാനം എന്നുള്ളതായിരിക്കുന്ന വിഷയം തന്നെ നമ്മൾ പഠിക്കാനായിട്ട്. റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. അവിടെ നമ്മൾ വായിച്ച് നിർത്തിയത് ഇവിടെയാണ്. അതിൻ്റെ 3-ാം വാക്യമാണ്: യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. എങ്ങനെയാണ് അവൻ്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളായിത്തീരുന്നത്? എപ്പോഴാണ് അവൻ്റെ മരണത്തിൽ പങ്കാളികളായിത്തീരുന്നത്? ഇതൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞതിൽ തന്നെയുണ്ട്. മരിച്ചവൻ്റെ ആത്മാവ്, മരിച്ചവനാരാ? യേശു ക്രിസ്തു. മരിച്ചവൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് പങ്കുചേരുമ്പോൾ, നമ്മുടെ ആത്മാവിൽ വന്ന് നിറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ക്രിസ്തുവിൻ്റെ മരണത്തോട് നാം ഏകീഭവിക്കുന്നു, നാം പങ്കാളിയായിത്തീരുന്നു എന്നുള്ളതാണ്. ഇതിന് ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഈ ക്രിസ്തുവിൻ്റെ ആത്മാവ് വരുമ്പോൾ നമ്മളിൽ ജീവൻ പ്രാപിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. കർത്താവിൻ്റെ അടുക്കൽ ഊമനും ചെകിടനുമായിരിക്കുന്ന ഭൂതം ബാധിച്ചതായിരിക്കുന്ന ഒരു ബാല്യക്കാരനെ കൊണ്ടുവന്നു. ഈ ബാല്യക്കാരനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അത് വായിക്കുന്ന എവിടെ അറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലൊക്കെയാണ്. അവിടെ നിങ്ങളെടുത്ത് വായിച്ചാൽ മതി. കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് അവനെ സൗഖ്യമാക്കി. ഈ ഭൂതം ബാധിച്ച അത്രയും കാലം ഇവൻ എന്ത് ചെയ്യില്ല? സംസാരിക്കുകയില്ല, ഇവന് കേൾക്കുകയില്ല. ചെകിടനും ഊമനും ഒക്കെ ആയിരിക്കുന്ന ഭൂതമാണ്. ഈ ഭൂതം അവനെ ബാധിച്ചിരിക്കുന്നതുകൊണ്ട് ഇവന് സംസാരിക്കാനും ഒന്നും പറ്റുന്നില്ല. അപ്പം ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ആത്മാവിൽ ഏതാത്മാവാണോ കുടികൊള്ളുന്നത്, ആ ആത്മാവിൻ്റെ സ്വഭാവവും രീതിയും പ്രകൃതിയും എല്ലാം അവൻ്റെ ശരീരത്തിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. കാര്യം മനസ്സിലായില്ലേ? എന്നാൽ ഈ ഭൂതം ബാധിച്ചായിരിക്കുന്ന മനുഷ്യൻ്റെ, ഈ ഊമഭൂതം ബാധിച്ചായിരിക്കുന്ന മനുഷ്യൻ്റെ ഭൂതത്തെ നമ്മുടെ കർത്താവ് ശാസിച്ച് പുറത്താക്കി കഴിഞ്ഞപ്പോൾ നമ്മളവിടെ വായിക്കുന്നത്, ഭൂതം അവനെ വിട്ടുപോയപ്പോൾ അവൻ സംസാരിച്ചു എന്നാണ് വായിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ കർത്താവിൻ്റെ മരണത്തോട് നമ്മൾ എങ്ങനെയാണ് പങ്കാളിയായതെന്ന്? മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ ആ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൽ യേശു ക്രിസ്തുവിൻ്റെ സകല പ്രകൃതിയും, അതായത് മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ആ ആത്മാവ് നമ്മളിലേക്ക് വന്നപ്പോൾ നമ്മളിലും ഉണ്ടായി. ഊമനായിരിക്കുന്ന ഭൂതം ഒരുത്തൻ്റെ മേൽ വ്യാപിക്കുമ്പോൾ അവൻ അന്ന് വരെ സംസാരിച്ചു കൊണ്ട് നടന്നായിരിക്കുന്ന മനുഷ്യൻ പിന്നെ സംസാരിക്കാതെയാവുന്നു. പറഞ്ഞ മനസ്സിലായില്ലേ? സംസാരിക്കാതെയാവുന്നു. ആ കാരണം അവൻ ആ ഭൂതത്തിൻ്റെ നിയന്ത്രണത്തിലായി. അവൻ്റെ ആത്മാവാണ് നിയന്ത്രണത്തിലാവുന്നത്. അവൻ്റെ ആത്മാവ് ആ ഭൂതത്തിൻ്റെ നിയന്ത്രണത്തിലായി അവൻ സംസാരിക്കാതെയാവുന്നു.
ഊമഭൂതം വിട്ടുപോയി കഴിയുമ്പോഴോ ഇവൻ സംസാരം തുടങ്ങുന്നു. അപ്പോൾ ഈ ഊമഭൂതത്തിൻ്റെ സകല പ്രകൃതിയിലേക്കും ആ മനുഷ്യനായിത്തീരുകയാണ്. അപ്പോൾ ഏതൊരു ദുരാത്മാവായാലും ഒരുത്തനെ വന്ന് ബാധിച്ചാൽ ആ ദുരാത്മാവിൻ്റെ പ്രകൃതി അവനിൽ പിന്നെ പ്രകടമായി കാണുകയാണ്. ഭ്രാന്തന്മാരായി നടക്കുന്നവർ, പിന്നെ വസ്ത്രം ധരിക്കാതെ നടക്കുന്നവർ, സ്വന്തം ശരീരത്തെ മാന്തിപ്പൊളിക്കുന്നവർ, ഇവരുടെയൊക്കെ ഉള്ളിൽ വസിക്കുന്ന ദുർഭൂതങ്ങളുടെ സ്വഭാവത്തെയും പ്രകൃതിയെയുമാണ് ഇവരെന്ത് ചെയ്യുന്നത്? തങ്ങളുടെ ശരീരത്തിലൂടെ പുറത്തേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, തങ്ങളുടെ ജീവിതത്തിലൂടെ. കാരണം ഇവരെ ഭരിക്കുന്നത് ആ ഭൂതങ്ങളാണ്. ആ ഭൂതങ്ങൾ ഭരിക്കുന്നതുകൊണ്ട് ആ രീതിയിലേക്ക് അവരങ്ങായിത്തീരുകയാണ്. ഇവിടെ കർത്താവിൻ്റെ മരണത്തോട് നമ്മളെങ്ങനെയാണ് പങ്കാളികളായെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാനും നിങ്ങളും രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അഥവാ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെ, ആ യേശുക്രിസ്തുവിൽ വസിക്കുന്ന ആത്മാവിനെ തന്നെ നമ്മളിലേക്ക് അയച്ചപ്പോൾ യേശു കർത്താവിൻ്റെ മരണത്തിൽ നാം പങ്കാളികളായി തീർന്നു. അതെപ്പോഴാണ്? സ്നാനത്തിൽ. ഏത് സ്നാനത്തിൽ? നമ്മുടെ ആത്മാവിനെ, യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ കവർ ചെയ്ത സ്നാനത്തിൽ. ഞാൻ അവൻ്റെ മരണത്തോട് പങ്കാളിയായി തീർന്നു, അവൻ്റെ ശവടക്കത്തോട് ഞാൻ പങ്കാളിയായി തീർന്നു. അടക്കത്തോട്, അതായത് കർത്താവ് 3 ദിവസം കല്ലറയിലായിരുന്നു, അവൻ്റെ അടക്കത്തോട് ഞാൻ പങ്കാളിയായി തീർന്നു. അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനോടും ഞാൻ പങ്കാളിയായി തീർന്നു. അതായത് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിലേക്ക് വന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ അനുഭവങ്ങൾക്കും സ്വഭാവങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ പ്രകൃതിക്കും ഞാൻ അതിനകത്ത് പങ്കാളിയായി തീർന്നു. നിങ്ങളും അതിനകത്ത് പങ്കാളിയായി തീർന്നു. കാര്യം മനസ്സിലാകുന്നുണ്ട്? അതിനാണ് ഞാൻ ഈ ഭൂതത്തിൻ്റെ കാര്യം പറഞ്ഞത്. ഊമനായ ഭൂതം ബാധിച്ച മനുഷ്യൻ സംസാരിക്കാതെ ജീവിതകാലം മുഴുവൻ കഴിഞ്ഞു. അവനിൽ നിന്ന് ഊമഭൂതം വിട്ടുപോയപ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി. അതെന്താ? അതുവരെ ഇവന് സംസാരിക്കാൻ പാടില്ലായിരുന്നു, ഒരു വായില്ലായിരുന്നു, നാക്കില്ലായിരുന്നു. പക്ഷെ പറ്റുകയില്ല. ഇവൻ്റെ ആത്മാവ്, ഇവനിൽ വസിക്കുന്ന ആത്മാവ് ഊമഭൂതത്തിൻ്റെ ആത്മാവായിരുന്നു വസിച്ചിരുന്നത്. കാര്യം മനസ്സിലായില്ല? എന്ന് പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് മരിച്ച നമ്മുടെ ആത്മാവിൻ്റെ മേൽ വരുമ്പോൾ മരിച്ച നമ്മുടെ ആത്മാവിന് ജീവൻ പ്രാപിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മരണം, യേശുക്രിസ്തുവിൻ്റെ അടക്കം, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇത് മൂന്നും നമ്മളിലേക്ക് ആയിത്തീരുന്നു. ഇത് മൂന്നും നമ്മളുടേതായിത്തീരുന്നു, നമ്മുടെ അവകാശമായിത്തീരുന്നു. ഇതിനെയാണ് നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ മരിച്ചിരിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുന്ന ഇതിനെയാണ്. അതല്ലാതെ നമ്മുടെ ബാഹ്യ മനുഷ്യൻ്റെ മേൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന എന്തെങ്കിലും കാര്യമല്ല. ആ കാര്യത്തിലൂടെ നമ്മളാരും ക്രിസ്തുവിനോട് മരിക്കുന്നുമില്ല, നമ്മളാരും അടക്കപ്പെടുന്നുമില്ല, നമ്മളാരും ഉയർത്തെഴുന്നേൽക്കുന്നുമില്ല. ബാഹ്യ മനുഷ്യൻ പോയി വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ഞാൻ മരിച്ചു, വെള്ളത്തിൽ ആഴ്ന്ന് കിടന്ന ആ സമയം എൻ്റെ അടക്കപ്പെടലിൻ്റെ സമയമാണ്, വെള്ളത്തിൽ നിന്ന് ഞാനിങ്ങനെ പൊങ്ങി വന്നപ്പോൾ ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസ്താവിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, അതിലൂടെ നിങ്ങൾ ക്രിസ്തുവിനോട് ഒന്നായോ? നിങ്ങൾക്ക് പറയാമോ ക്രിസ്തുവിനോട് ഒന്നായെന്ന്? ഞാനൊരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ. ഒരു മനുഷ്യനോട്, എടാ യേശുക്രിസ്തു ഇങ്ങനെ നിനക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്, നിനക്ക് വിശ്വസിക്കാമോ? വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കാം. അവൻ കേട്ട പാതി കേൾക്കാത്ത പാതി ഓക്കെ ഞാൻ റെഡി എന്ന് പറഞ്ഞപ്പോൾ അടുത്തതായിട്ട് അവനോട് പറയാം, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ വെള്ളത്തിൽ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞിട്ട് നിനക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ റെഡി എന്ന് പറഞ്ഞ് അവൻ വന്ന് വെള്ളത്തിൽ ഇവരെ ശുശ്രൂഷകൻ ചെയ്യുന്ന ആ പരിപാടിയും ചെയ്ത് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് ചേർന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റുകയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനോട് ചേരണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വരണം. യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ യേശു അനുഭവിച്ചതെല്ലാം നമ്മുടെ അനുഭവമായിട്ട് തീരും. യേശുവിൻ്റെ മരണം നമ്മുടെ മരണമായിട്ട് തീരും. ഇത് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. യേശുവിൻ്റെ മരണം നമ്മുടെ മരണമായിട്ട് തീരും, യേശുവിൻ്റെ കബറടക്കം നമ്മുടെ കബറടക്കമായിട്ട് തീരും, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പായിട്ട് തീരും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളൊന്ന് റോമാലേഖനം വായിച്ചു വയ്ക്കുക, 6 അധ്യായം വായിച്ചു വയ്ക്കുക. ഇനി അതിൻ്റെ താഴേക്കൊന്ന് വായിക്കാം. റോമാലേഖനം 6 അധ്യായത്തിൻ്റെ താഴേക്ക് വായിക്കാം. സ്നാനത്താൽ അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്തിൽ നമ്മൾ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. കർത്താവിൻ്റെ കുഴിച്ചിടപ്പെടലിനോട് അവനോട് കൂടിയേ കുഴിച്ചിടപ്പെട്ടെ, അല്ല ഞാൻ തനിയെ കുഴിച്ചിടപ്പെടുകയല്ല ചെയ്തേ.
യേശു ക്രിസ്തുവിനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതല്ലേ? സ്നാനം അറിയുന്നല്ലോ. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ 2000 വർഷം നമ്മുടെ 2000 വർഷം മുമ്പ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു കുഴിച്ചിടപ്പെട്ടപ്പോൾ ആ കുഴിച്ചിടപ്പെടലിനോട് ഞാൻ ഏകീഭവിച്ചു. നിങ്ങളിപ്പോൾ വെള്ളത്തിൽ മുങ്ങിയപ്പോഴാണോ കർത്താവിൻ്റെ 2000 വർഷം മുമ്പ് മരിച്ച കർത്താവിൻ്റെ കുഴിച്ചിടപ്പെടലിനോട് നിങ്ങൾ ഏകീഭവിച്ചത്? ആണോ? നിങ്ങൾ തന്നെ വിധി എഴുത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ എന്ത് കുറ്റപ്പെടുത്തിയാലും ശരി, എനിക്ക് ദൈവത്തിലെ സത്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ വിശ്വസിച്ചാലും കൊള്ളാം, വിശ്വസിച്ചില്ലെങ്കിലും കൊള്ളാം, ഇതൊന്നും എനിക്ക് വിഷയമല്ല. ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ സംഭവിച്ചത് എപ്പോൾ കുഴിച്ചിടപ്പെട്ടു എന്നാ? ക്രിസ്തുവിനോട് കൂടെ അന്നത്തെ കർത്താവിൻ്റെ കുഴിച്ചിടപ്പെടലുണ്ടല്ലോ, അന്നത്തെ, അതായത് കുരിശിൽ നിന്ന് ഇറക്കിയിട്ട് ആ പറയുന്നതായിരിക്കുന്ന കല്ലറയിൽ കൊണ്ടുപോയി വെച്ച ആ കുഴിച്ചിടപ്പെടലിൽ ഞാൻ പങ്കാളിയായി എന്ന അർത്ഥം. ഞാൻ പങ്കാളിയായി ഞാനിവിടെ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അതിനകത്ത് പങ്കാളിയായി എന്നല്ല അർത്ഥം. എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ആത്മാവ് വന്നപ്പോൾ ഞാൻ അതിനോട് പങ്കാളിയായിരുന്ന അവൻ്റെ മരണത്തിൽ ആയി തീർന്ന സ്നാനത്താൽ. അതായത് മരണത്തിൽ പങ്കാളികളായത് എങ്ങനെയാണ്? സ്നാനത്താലല്ലേ? മനസ്സിലായില്ലേ? എങ്ങനെ സ്നാനത്താൽ? ആത്മാവ് നമ്മുടെ ആത്മാവിനെ പൊതിഞ്ഞു, മുഴുകി. നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിനാൽ മുഴുകി. അതിനെ എവിടെ സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നത്? ആ സ്നാനത്താൽ ഞാൻ അവൻ്റെ മരണത്തോട് പങ്കാളികളായി തീർന്നു. അവൻ്റെ മരണം എൻ്റെ മരണമായി തീർന്നു. അവൻ്റെ മരണത്തോട് ഞാൻ പങ്കാളിയായി തീർന്നു. ആ സ്നാനത്താൽ അവനോട്, അങ്ങനെ ആ സ്നാനത്താൽ, ആ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ തന്നെ അവനോട് കൂടെ നാം കുഴിച്ചിടപ്പെടലും കഴിഞ്ഞു. യേശു ക്രിസ്തുവിനോട് കൂടെ എൻ്റെ കബറടക്കം കഴിഞ്ഞു, എൻ്റെ കുഴിച്ചിടപ്പെടൽ കഴിഞ്ഞു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ ഉയർത്തെഴുന്നേൽപ്പും കഴിഞ്ഞു. മരിച്ചവരിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് ഇന്ന് എൻ്റെ ഉള്ളിലെ ആത്മാവ്, എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ക്രിസ്തു വിശ്വാസികളാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലെ ആത്മാവ് മരിച്ച ആത്മാവല്ല, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ആത്മാവാണ്. അത് വെള്ളത്തിനാ സ്നാനപ്പെട്ടുകൊണ്ടല്ല, അത് എൻ്റെ കർത്താവിൻ്റെ ജീവിപ്പിക്കുന്ന ആത്മാവ് എൻ്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടാണ്. നിങ്ങളിലും ആ യേശു ക്രിസ്തുവിൻ്റെ അതായത് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് വന്നുകൊണ്ടാണ്. നിങ്ങളുടെ ആത്മാവും ജീവിക്കുന്ന ആത്മാവും മരിച്ച ആത്മാവല്ല. ക്രിസ്തുവിനെ അറിയാത്തവരുടെ ആത്മാക്കളൊക്കെ മരിച്ചതാണ്. ആദാമ്യ മരണം മരിച്ചവരാണ്, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരാണ്. അവരുടെ ആത്മാവിന് ജീവൻ വെക്കണമെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ ഒരു മരണം കൂടി അവർക്ക് സംഭവിക്കണം. അതവർ അംഗീകരിച്ചാൽ മതി. യേശുവിൻ്റെ മരണം എൻ്റെ പാപത്തിനാണെന്ന് അംഗീകരിച്ചാൽ അവരുടെ മരണം ക്രിസ്തുവിനോടുള്ള മരണമായിട്ട് തീരും. അത് അംഗീകരിക്കുമ്പോൾ അവർ മരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് അവരിലേക്ക് വരും. അപ്പോൾ അവർ അടക്കപ്പെടും. ആ മരിച്ച ഉള്ളിലെ ആത്മാവ് അടക്കപ്പെടും, പുറത്തെ മനുഷ്യനല്ല. ഉള്ളിലെ ആത്മാവ് അടക്കപ്പെടും. ആ ആത്മാവ് അടക്കപ്പെടുക മാത്രമല്ല, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിൻ്റെ പങ്കാളിത്തവും നമുക്ക് അതോടുകൂടെ ലഭിക്കുക. നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് ഉയർക്കുക. അങ്ങനെ നമ്മൾ ഇന്ന് ക്രിസ്തുവിൻ്റെ ജീവൻ പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റവരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അതിൻ്റെ താഴേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റ് പോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ഈ പോയിൻ്റ് അറിയാമോ? മരണത്തിൻ്റെ സാദൃശ്യേ നമ്മളിൽ സംഭവിച്ചു എന്ന് ക്രിസ്തുവിൻ്റെ ആത്മാവ് വന്നപ്പോൾ അത് സംഭവിച്ചത് തന്നെയല്ലേ? സംഭവിച്ചത് തന്നെയാണ്. നിങ്ങൾ പറയും മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചത് ഞാൻ വെള്ളത്തിൽ സ്നാനപ്പെട്ടപ്പോഴാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യമുണ്ടല്ലോ, അതായത് പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പുനരുദ്ധാനം എന്ന് പറഞ്ഞത് മരിച്ചവരിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പ്, അത് മൂന്നും ഇവിടെ സംഭവിച്ചു കഴിഞ്ഞല്ലോ. നമ്മൾ മനസ്സിലാക്കിയല്ലോ, മേലെ വായിച്ചല്ലോ. ഉയർപ്പും നമുക്ക് സംഭവിച്ചു കഴിഞ്ഞു, ക്രിസ്തുവിനോട് കൂടെ നമ്മളും ഉയർത്തെഴുന്നേറ്റു. എന്നിട്ടിവിടെ പറയുകയാണ്, നാം അങ്ങനെ അതിനോടൊക്കെ ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കും. ഏതായി പുനരുദ്ധാനം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വാനമേഘങ്ങളിൽ വരുമ്പോൾ സ്വർഗീയ ശരീരം പ്രാപിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ ശരീരം തന്നെ, സെയിം ശരീരവും നമുക്ക് ലഭിക്കുന്ന അതിനോട് നമ്മൾ ഏകീഭവിക്കുമെന്ന്. ശരി, നിങ്ങൾ പറയും ഞാൻ കർത്താവിൻ്റെ മരണത്തോടും ശവസംസ്കാരത്തോടും കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനോടും ഏകീഭവിച്ചത് വെള്ളത്തിൽ സ്നാനപ്പെട്ടതിലൂടെയാണ്, വെള്ളത്തിൽ സ്നാനപ്പെട്ടത് അതിൻ്റെ സാദൃശ്യമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ, ഈ കർത്താവിൻ്റെ സ്വർഗീയ ശരീരം പ്രാപിച്ച് നമ്മളുടെ ഉൽപ്രാവണത്തിൽ എടുക്കപ്പെടുന്നതായിരിക്കുന്ന ആ പുനരുദ്ധാനത്തിന് നിങ്ങൾ ഏത് സാദൃശ്യം കാണിക്കും? ഒന്ന് പറഞ്ഞു തന്നേ.
അതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു സാദൃശ്യം ഇവിടെ വെള്ളത്തിലോ വേറെ എവിടെയെങ്കിലും മണ്ണിലോ എന്തിലെങ്കിലും ഒരു സാദൃശ്യം കാണിക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇവിടെ പൗലോസ് എന്താണെന്നറിയാവോ? നമ്മൾ അവൻ്റെ മരണത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ, ആ മരണത്തോടും ആ അടക്കിനോടും ആ ഉയർപ്പിനോടും ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും വരുന്ന ആളുകളിൽ കർത്താവ് ഗംഭീരനാദത്തോടെ വരുമ്പോൾ അവൻ്റെ ആ അതേ സെയിം ശരീരം നമ്മൾ പ്രാപിക്കും. കർത്താവിൽ നമുക്ക് ലഭിച്ച ഭാഗ്യം എന്തൊക്കെയാണെന്നറിയാമോ? നിങ്ങൾ ഓർക്കുക, കർത്താവിൽ വിശ്വസിച്ചപ്പോൾ പാപസംബന്ധമായി കർത്താവിനോട് കൂടെ ഞാൻ മരിച്ചു, കർത്താവിനോട് കൂടെ ഞാൻ അടക്കപ്പെട്ടു. അതായത് വിശ്വസിച്ചപ്പോൾ സംഭവിച്ചത് ദൈവത്തിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിലേക്ക് വന്നപ്പോൾ, കർത്താവായി യേശുക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ കർത്താവ് തൻ്റെ ആത്മാവിനെ എന്നിലേക്ക് തന്നു. ആ ആത്മാവിൻ്റെ പ്രകൃതി, ആ ആത്മാവിൻ്റെ സ്വഭാവം, ആത്മാവിൻ്റെ അനുഭവം, അതിനോടൊക്കെ ഞാൻ ഏകീഭവിച്ചു. കർത്താവിൻ്റെ മരണത്തോട് ഏകീഭവിച്ചു, അടക്കപ്പെടലിനോട് ഏകീഭവിച്ചു, ഉയർത്തെഴുന്നേൽപ്പിനോട് ഏകീഭവിച്ചു. ഇനി ഞാൻ കർത്താവിൻ്റെ സ്വർഗീയ ശരീരത്തോട് ഞാൻ ഏകീഭവിക്കും. സെയിം ശരീരം ഞാൻ പ്രാപിക്കും. അതെന്തുകൊണ്ടാണ്? എന്നിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളതുകൊണ്ടാണ്. അതേ ശരീരം ഞാൻ പ്രാപിക്കും, നിങ്ങളും പ്രാപിക്കും. അതിൻ്റെ കാരണം, അതിൻ്റെ അഡ്വാൻസാണ് ഇന്ന് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ക്രിസ്തു പ്രാപിച്ച അതേ മഹത്വം അവൻ്റെ രൂപത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടും, അതേ സെയിം രൂപത്തോട്. അതെന്തുകൊണ്ടാണ്? വെള്ളത്തിൽ പൊങ്ങിക്കൊണ്ടല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വന്നതുകൊണ്ടാണ്. ആ ആത്മാവ്, ക്രിസ്തു എന്തെല്ലാം മഹത്വം ധരിച്ചുവോ ആ മഹത്വത്തിനെല്ലാം നമ്മൾ അവകാശികളായിത്തീരുന്നത് സെയിം ആത്മാവ് നമ്മളിലുള്ളത് കൊണ്ടാണ്. അതേ ശരീരം നമ്മൾ പ്രാപിക്കും, അതേ അവകാശവും നമ്മൾ പ്രാപിക്കും. സ്വർഗീയ അവകാശത്തിലെ അതേ അവകാശവും നമ്മൾ പ്രാപിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് സകലവും തൻ്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. സകലത്തിലും നമ്മൾ അവനോട് അനുരൂപപ്പെടുകയാണ്, സകലത്തിലും. അപ്പോൾ ഇവിടെ കേവലം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പ് മാത്രമല്ല, അതിനാണല്ലോ ഈ വെള്ളത്തിൽ സാദൃശ്യീകരിക്കുള്ളൂ നിങ്ങൾ, അല്ലേ? സ്നാനപ്പെടുമ്പോൾ അതിനോടല്ലേ പിന്നെ നിങ്ങൾ ഈ സ്വർഗീയ രൂപാന്തരത്തോട് എവിടെയാണ് സാദൃശ്യീകരിക്കാൻ എന്താ നിങ്ങൾക്ക് വഴിയുള്ളത്? എന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ലല്ലോ. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ ഒന്നും വെള്ളത്തിൻ്റെ സ്നാനമല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവ് വന്നപ്പോൾ നാം ക്രിസ്തുവിൻ്റെ എല്ലാ രൂപത്തോടും എല്ലാ കാര്യങ്ങളോടും നമ്മൾ ഏകീഭവിച്ചു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായോ? ഞാൻ അടുത്തൊരു വീഡിയോ കൂടി ഇതിനെക്കുറിച്ച് പറയാം. സ്നാനത്തെക്കുറിച്ച് കൊലോസ്യ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാകട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. വെള്ളമല്ല പ്രിയമുള്ളവരെ ക്രിസ്തുവിനോട് നമ്മളെ ഐക്യപ്പെടുത്തുന്നത്. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നതിലൂടെ അല്ല ക്രിസ്തുവിനോട് നമ്മൾ ചേരുന്നത്. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നതിലൂടെ അല്ല നാം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത്. അത് മനസ്സിലാക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിലേക്ക് വരുമ്പോഴാണ്, ജീവൻ്റെ ആത്മാവ്, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് അവൻ്റെ സകല പ്രകൃതിയോടും ഞാൻ അനുരൂപപ്പെടുന്നത്. ദൈവം എൻ്റെ കേൾവിക്കാരെ എവരെയും സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ.